ടോപ്പ് BAMS കോളേജസ്, ഒരു മലയാളി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുർവേദ കോളേജുകൾ, അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിപ്പോൾ ആയുർവേദ കൗൺസിലിംഗ് ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ആവുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഓപ്ഷൻ ഫില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏത് ഓർഡറിൽ കൊടുക്കണം, ഏതൊക്കെയാണ് നല്ല കോളേജുകൾ, അല്ലെങ്കിൽ നല്ല റാങ്കിങ് ഉള്ള അല്ലെങ്കിൽ നല്ല പ്ലേസ്മെൻ്റ് ഉള്ള കോളേജുകൾ, അതേപ്പറ്റി ഒരു ഐഡിയ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആക്ച്വലി കേരളത്തിലെ സ്റ്റുഡൻസ്, മലയാളി സ്റ്റുഡൻസ് ശരിക്കും ഭാഗ്യം ചെയ്തവരാണ് ആക്ച്വലി BAMSനെ സംബന്ധിച്ച്. സ്വന്തം നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല നല്ലൊരു കോളേജ് തപ്പി. അതെ, കാരണം ഈ കേരളം ആണല്ലോ ആയുർവേദത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ആയുർവേദത്തിൻ്റെ പാരമ്പര്യം ഒട്ടും ചോരാണ്ട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു 10 അതിൽ മേളിലോ അല്ലെങ്കിൽ ഒരു 10 കോളേജ് എന്തായാലും കേരളത്തിൽ തന്നെ ഉണ്ട്, ഏറ്റവും ടോപ്പായിട്ടുള്ളത്. ഗവൺമെൻറ് സെക്ടറിലും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്. അതെ, കേരളത്തിലെ കോളേജുകൾ ആക്ച്വലി സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. സ്വന്തമായിട്ട് മരുന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മാനുഫാക്ചർ ചെയ്യുന്ന ഏറ്റവും നല്ല കോളേജുകൾ, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കേരള പൈതൃകം വിട്ട് കളയാണ്ട് ഇപ്പോഴും ആ ഒരു ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് പാരമ്പര്യം സൂക്ഷിക്കുന്ന കോളേജുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ എണ്ണം ഒരുപാടാണ്. പക്ഷേ ആ ഒരു കാറ്റഗറിക്കുള്ള സീറ്റ്സ് ലിമിറ്റേഷൻ വെച്ചിട്ടാണ് സ്റ്റുഡൻസിന് എത്തിച്ചേരാൻ പറ്റാത്തത്. നമ്മുടെ ഇവിടുത്തെ ആയുഷ് കൗൺസിലിംഗ് ത്രൂ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ആക്ച്വലി വരേണ്ടതാണ്. കാരണം കേരളത്തിലെ ഫീസ് സ്ട്രക്ചർ വളരെ കുറവാണ്. 2 ലക്ഷം രൂപ പെർ ഇയർ എന്നുള്ള രീതിയിൽ സീറ്റ്സ് വേറൊരു സ്റ്റേറ്റിലും കൊടുക്കുന്നില്ല. ഏറ്റവും ക്വാളിറ്റിയുള്ള കോളേജസാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആ ക്വാളിറ്റിയുള്ള കോളേജിൽ എത്തിച്ചേരാൻ നമ്മൾ ചെയ്യേണ്ടത് കീമിൻ്റെ ഓപ്ഷനിൽ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റ് ഇടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കാരണം നമ്മൾ വേഗമായിട്ട് ഓപ്ഷൻ കൊടുക്കാണ്ട് നമുക്ക് വേണ്ട ഏറ്റവും ക്രീം കോളേജസ് മാത്രം, നമ്മുടെ സ്കോർ അനുസരിച്ചിട്ട് ആ ക്രീം കോളേജസ് മാത്രം നമ്മൾ ഓപ്ഷനിൽ ഇടുക. അതെ, ആദ്യം ഇപ്പോൾ ജനറൽ OBC കാറ്റഗറിയെ സംബന്ധിച്ച് ആദ്യം ഗവൺമെൻറ് കോളേജുകൾ തന്നെ ഇടുക. അതെ, അത് ആക്ച്വലി അറിയാമായിരിക്കും. നമ്മളെ വിളിക്കുന്നവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഏതൊക്കെയാണ് ബെറ്റർ. നമ്മളിപ്പോൾ ഒരു ഇന്ന കോളേജ് എത്രാമത് ഇടുക, അല്ലെങ്കിൽ അത് മോശമാണ്, ആ രീതിയിൽ നമ്മൾ പബ്ലിക്കായിട്ട് പ്ലാറ്റ്ഫോം പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അല്ല, ഓരോരുത്തരുടെ മാർക്ക് അനുസരിച്ചാണ് നമ്മൾ കോളേജിൻ്റെ ഒരു ഫാക്ടറിലേക്ക് എത്തേണ്ടത്. 180 അല്ലെങ്കിൽ 160 മാർക്കുള്ള ആളെ സംബന്ധിച്ച് കേരളത്തിലൊരു ആവറേജ് കോളേജ് കിട്ടത്തുള്ളൂ. അവരെ സംബന്ധിച്ച് മാർക്കുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ സ്കോർ വെച്ചിട്ട് എത്താൻ പറ്റുന്ന ഏറ്റവും ബെറ്ററിലെത്തും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഓരോരുത്തരുടെയും കേസ് ടു കേസ് നമുക്ക് നോക്കി ഏറ്റവും ബെറ്റർ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയേക്കും. കാരണം റിസർവേഷൻ കാറ്റഗറിക്കാർ പറയുവാണെങ്കിൽ അവർക്ക് ആക്ച്വലി ഗവൺമെൻറ് പോലെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നല്ല പ്രൈവറ്റ് കോളേജിലേക്ക് പോകാം കേരളത്തിൽ തന്നെ. അതാണ് ചെയ്യേണ്ടത്. എനിക്കത് പല കാര്യത്തിലും തോന്നിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ സ്റ്റുഡൻസിന് നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റിയും, കാരണം ഇവർ ആക്ച്വലി ഒരു ഗവൺമെൻറ് കോളേജിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കാറ്ററിംഗ് സർവീസ് പുറത്തായിരിക്കും കൊടുക്കുന്നത്, കോളേജ് കൊടുത്തേക്കുന്നത്. സോ അതിൻ്റെ പേയ്മെൻറ്റ് ഇവർ ചെയ്യേണ്ടി വരും. ഈ SC ST OEC സ്റ്റുഡൻസ് ചെയ്യേണ്ടി വരും. അതേസമയത്ത് അവർക്ക് കിട്ടുന്ന റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അധ്യാപകർ വളരെ നല്ലതാണെങ്കിൽ അവർക്ക് കിട്ടുന്ന റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു നല്ല ടോപ്പ് പ്രൈവറ്റ് കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട എല്ലാം റിസോഴ്സസ് അല്ലെങ്കിൽ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ നല്ലതായിരിക്കും. നല്ല ടീച്ചിങ് ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കോളേജ് വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ എൻറ്റയർലി ഫ്രീയും കിട്ടും. കാരണം ഈ പറഞ്ഞ ഫുഡ് ഉൾപ്പെടെ ഫ്രീ കിട്ടുന്ന കോളേജസ് ഏറ്റവും ടോപ്പ് കാറ്റഗറി തന്നെ ഉണ്ട് കേരളത്തിൽ. അതായത് നമ്മളിപ്പം കോളേജിൻ്റെ ക്വാളിറ്റി വൈസ് കേരളത്തിലെ കോളേജുകളെ തരംതിരിക്കുമ്പോൾ ആദ്യം ഗവൺമെൻറ് പിന്നെ പ്രൈവറ്റ് എന്നുള്ള ഓർഡർ ഇല്ല ആക്ച്വലി. അതെ, കാരണം ഗവൺമെൻറ്റിനേക്കാളും നല്ല കോളേജസ് പ്രൈവറ്റിൽ അവൈലബിൾ ആണ്. SC STക്കാരെ സംബന്ധിച്ച്, കാരണം ജനറൽ OBCക്കാരെ സംബന്ധിച്ച് ഒരു ഫീ കൺസെഷൻ കിട്ടുന്നതുകൊണ്ട് ആക്ച്വലി അതിലേക്ക് പോകുന്നതിന് തെറ്റ് പറയാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഈ OEC SC STക്കാരെ സംബന്ധിച്ച് നല്ല പേഷ്യൻ്റ് ഫ്ലോ ഉള്ള നല്ല റിസോഴ്സസ് ഉള്ള കോളേജസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ തന്നെ 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ചെയ്യുന്ന കോളേജസ് ഉണ്ട് ഈ പറഞ്ഞ പ്രൈവറ്റ് സെക്ടറിൽ. അത് ചൂസ് ചെയ്യുന്നത് ഒരിക്കലും മോശമായ തീരുമാനമല്ല. ജനറൽ കാറ്റഗറിക്കാരെ സംബന്ധിച്ചും നല്ല കോളേജ് ചൂസ് ചെയ്യുക. കാരണം എന്തായാലും എല്ലാ കോളേജിലും ഫീസ് 2 lakhs തന്നെയാണ്. ഗവൺമെൻറ്റാണ് ഫീസ് ഫിക്സ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല കോളേജ് തന്നെ ചൂസ് ചെയ്ത് പോവുക. ഓക്കെ, താങ്ക് യു.